അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് നല്ലൊരു ബീഫ് അച്ചാറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു 2-3 ദിവസം ഇരുന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ ബീഫ് അച്ചാറിന് വേണ്ടി വെട്ടി കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. ഒരു ചട്ടകം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അച്ചാറായതുകൊണ്ട് അധികം കൈ യൂസ് ചെയ്യണില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം കുഴച്ച പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് ഒരു ചട്ടിയിലോട്ട് നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. 2 പ്രാവശ്യമാക്കി ഇട്ടിട്ടാണ് ഞാൻ അത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ആ ചട്ടിയിലെ എണ്ണ ഒന്ന് മാറ്റി വെച്ചിട്ട് ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം വെളുത്തുള്ളിയും അതേ അളവിൽ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ടെടുക്കുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ഇനി 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ അരിച്ചെടുത്തിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പോളം സുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം കേട്ടോ, 1/2 കപ്പല്ല 3/4 കപ്പോളം സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുങ്ങനെ ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. വേണ്ട അടിപൊളിയായിട്ട് നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു കുപ്പിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് ഗൾഫിലേക്കുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതേപോലെ ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.